നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് വിവാദത്തിലെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പണം അപഹരിച്ചുവെന്ന് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ കുടുംബമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ശശി ദേവിച്ച് അവരുടെ അച്ഛനമ്മമാർ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും. പണ്ടേ നിങ്ങൾ മോഷണം ചെയ്യാം. അധികം പാവം കളിക്കില്ലേ, നിങ്ങളുടെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക. ആ പാവം വിടുക. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ മൂന്നുപേരും ഈക്വലി ഡിവൈഡ് ചെയ്താണ് എടുത്തത്. എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാത്രിയൊന്നും അറിയില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തത് പറയും എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കളയുക. ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ട്. ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്ന സ്കാനർ വർക്ക് ആവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആവുമ്പോൾ അങ്ങനെ എടുക്കണം. ആരാണ് അത്? ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്. ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് കണ്ണടച്ച് പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. സത്യം അപ്പൊ ക്യാഷ് ആയിട്ട് വരുന്ന കുടുംബം പുറത്തുവിട്ട ഏറ്റവും പുതിയ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. അതിൽ അവർ കുറ്റം സമ്മതിക്കുന്നുണ്ട്. ആ യുവതികൾ AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായിട്ട് ചേർന്നത്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ പറ്റിപ്പോയി എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ QR കോഡിലൊക്കെ കൃത്രിമം കാണിച്ച് 69 ലക്ഷം രൂപ തട്ടി എന്നത് ഉൾപ്പെടെയുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കൃത്രിമം കാണിച്ചു എന്നത് ഉൾപ്പെടെ ഇപ്പോൾ ഈ വീഡിയോയിൽ അവർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം അപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കുറ്റം ആരുടെ ഭാഗത്താണ് എന്നത് ഉൾപ്പെടെയുള്ളതിൽ ഏറെക്കുറെ വ്യക്തത വരികയാണോ? കാരണം അവർ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. പൂജ, ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ദൃശ്യം കൃഷ്ണകുമാറിന് സഹായകരമാകുന്നതാണ്. കാരണം ഈ 3 ജീവനക്കാരും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ കാര്യം ഇന്നലെയും അവർ പറഞ്ഞിരുന്നു. മുൻപ് പുറത്തുവിട്ട വീഡിയോയിലും ഇത്തരത്തിൽ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ആ വീഡിയോയിൽ അത് സമ്മതിക്കുന്നത്, ഓഡിയോ സന്ദേശത്തിൽ അത് സമ്മതിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അത് ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് ഈ അന്വേഷണ ഘട്ടത്തിൽ എത്രമാത്രം നിലനിൽക്കുമെന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ടത്. ഒപ്പം തന്നെ ഇന്നലെ അവർ വാർത്താ സമ്മേളനം മാധ്യമങ്ങളോടെല്ലാം തന്നെ സംസാരിച്ച് മടങ്ങിയപ്പോൾ കൃത്യമായ തെളിവുകൾ അവരുടെ ഭാഗത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും മറ്റ് ഇതുപോലെയുള്ള വീഡിയോ ദൃശ്യങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ അവർ നൽകിയിരിക്കുന്ന പരാതി തട്ടിക്കൊണ്ടുപോകലിനാണ്. കൃഷ്ണകുമാറും കുടുംബവും ചേർന്ന് മറ്റ് ചിലരുടെ സഹായത്തോടു കൂടി അവരെ തട്ടിക്കൊണ്ടുപോയി പോലീസ് എന്ന് പറയുന്ന ഒരാൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ കൃഷ്ണകുമാർ പറയുന്നത് അവരെ അവരുടെ ഈ കൃഷ്ണകുമാറിൻ്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബം സഞ്ചരിച്ച വാഹനത്തിൽ തന്നെയാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവർ സ്വമേധയാ വാഹനത്തിൽ കയറുന്ന CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഇനി ഏതായാലും വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇതൊരു സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. കാരണം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക്, പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടുള്ളതായി അവർ തന്നെ സമ്മതിക്കുന്നു. ഒപ്പം തന്നെ അതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അതെല്ലാം എടുത്തുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്കായിരിക്കും കടക്കുക. ശാസ്ത്രീയമായ ഒരു തെളിവ് ശേഖരണമായിരിക്കും ആദ്യം നടക്കുക. അതിനുശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഏതായാലും മ്യൂസിയം പോലീസ് നീങ്ങുക. പൂജ, ശരി. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പുതിയതായി പുറത്തുവിട്ട വീഡിയോയിൽ ഉൾപ്പെടെ ആ യുവതികൾ കുറ്റം സമ്മതിക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. അതിൽ ഇപ്പോൾ വന്നതിൽ അഹാനയാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് QR കോഡിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർ തന്നെ കുറ്റം സമ്മതിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ദിയ കൃഷ്ണ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് പോലും പലതരത്തിലുള്ള വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിലെല്ലാവരും തന്നെ അവർ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം മുന്നിലേക്ക് പോവുകയാണ്. സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങളിലൊക്കെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് പോലീസ്. AK സ്റ്റെഫിനായിരുന്നു വിവരങ്ങൾ നൽകിയത്.